ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു റൂം ടൂർ വീഡിയോ ആണ്. ഒരു സാധാരണ റൂമാട്ടോ, വലിയ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ എൻ്റെ റൂം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ റൂം മൊത്തമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ എന്താ പറയുക, ഇന്ന് നമുക്ക് റൂം ടൂറിലേക്ക് കടന്നാലോ. അപ്പം നമ്മൾ ആദ്യം ലൈറ്റ് ഇതാണ് നമ്മളുടെ റൂം. കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മുടെ മൻഹക്കുട്ടി ഡ്രോ ചെയ്യലാണ്. ഇതൊക്കെ മൻഹയുടെ കലാവേദികളാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. കുഴപ്പമൊന്നുമില്ലാത്ത റൂമാണ്, വലിയ സെറ്റപ്പുള്ള റൂമൊന്നുമല്ല. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഇത് ഇവിടെ മുമ്പ് ടി വി വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ടി വി വർക്ക് ചെയ്യാത്തതുകൊണ്ട് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് എന്തൊക്കെ ഓരോന്നൊക്കെ ഡ്രോ ചെയ്ത് ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചു. പിന്നെ ഇത് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ചെയ്തതാണ്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രാക്ടീസൊന്നും ചെയ്തില്ല, ഇതൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ ഈ റൂം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുമ്പോൾ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾ ഈ റൂമൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് ഈ റൂം ചേഞ്ച് ചെയ്യും. അപ്പം ഞാൻ വേറൊരു റൂം ടൂർ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇതെന്നെ യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ട്രൈപോഡും പിന്നെ കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ എൻ്റെ യൂട്യൂബിന് ആവശ്യമായി വരുന്ന സാധനങ്ങളാണ്. പിന്നെ ഇവിടെയൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ അടക്കാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം, പെയിൻറ്റ് ചെയ്യണം, റൂം മൊത്തത്തിൽ മാറ്റാൻ പോവാം. ഞങ്ങളിത് ഇവിടെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ ഇവിടെയും കിടക്കും. അതുകൊണ്ട് ഞങ്ങൾ താഴെ ഒരു ബെഡ്റൂമുണ്ട്. നമ്മുടെ റൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കംഫർട്ടബിളിന് വേണ്ടിയിട്ട് കിടക്കാനും ഇരിക്കാനൊക്കെ പറ്റണം. അപ്പോൾ അതെ, താഴെ ഒരു ബെഡും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഷെൽഫിൽ കുറേ ബുക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ മൊത്തം മൻഹ മോളുടെ സാധനങ്ങളാണ്. ഇതെന്താണ് ഒക്കെ ചോണൽ കിട്ടാൻ തോന്നുന്നു. യെസ്, അതെ. അങ്ങനെ അവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു ഗ്ലൂ ഗൺ ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്താ ഇരിപ്പുണ്ട്. മൻഹയുടെ ഒരു പെണ്ണ് ഇരിപ്പുണ്ട്. മൻഹ ഇത് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു പെണ്ണ് ഇതിൻ്റെ ഒരു 1000 റുപ്പീസൊക്കെ വില വരുന്നൊരു പെണ്ണാണ്. പക്ഷെ മോളത് യൂസ് ചെയ്തിട്ടില്ല. കാരണം അവൾ ഇതിൽ അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ഒക്കെയാണ് കേട്ടോ. ബട്ട് അവൾക്കത് കറക്റ്റ് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. സോ നല്ലൊരു പെണ്ണായിരുന്നു. ഇവിടെയും എൻ്റെ കുറച്ച് ബുക്സൊക്കെ വെച്ചിരിപ്പുണ്ട്. നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുമ്പോഴുള്ള ബുക്സ്, പിന്നെ കുറച്ച് സ്റ്റോറി ബുക്സ്, പിന്നെ +2 ഡിഗ്രിയും അങ്ങനെ എല്ലാം. ഇതെന്താ ഷിമാക്കെ? ഇതെന്താണ്? ഗ്ലൂ ഗൺ അല്ലേ? ഓക്കെ, ഗ്ലൂ ഗൺ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ പറയാൻ പാടില്ല, എന്നാലും കുറച്ച് ഡൊണേഷൻസ് കൊടുത്ത കൂപ്പൺസാണ്. ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഡൊണേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. എനിക്ക് എന്തെങ്കിലും കൂടുതൽ ഡിപ്രസ്ഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേപ്പേഴ്സൊക്കെ കാണുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. എന്താണെന്ന് അറിഞ്ഞൂടാ. സോ അതുകൊണ്ട് ഞാനതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കൊടുത്തു എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഓരോ ഹോബീസൊക്കെ ഉണ്ടാവില്ലേ. എൻ്റെ അങ്ങനെ ഒരു ഹോബിയാണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നുന്ന ഒരു സംഭവമാണത്. അത് എന്നെ അറിയുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് മൻഹയുടെ കുറച്ച് തിങ്സാണേ, ഞാൻ കാണിച്ചു തരാം.
മനഹമോള് എന്താണ്ടൊക്കെ ചെയ്തു വെച്ചേക്കുന്നു. മനഹ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. അപ്പോൾ മനഹമോളൊരു അബ്ദുൽ കലാം ഫാനാണേ. പിന്നെ ഇതുകൊണ്ട് കുറേ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ കാണാം അവൾ. പിന്നെ ഇതൊരു എന്താ പറയുക, സ്കെച്ചസും കളർ പെൻസിൽസും അങ്ങനെ എല്ലാം പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. യൂണിക്കോൺ അവളുടെ ഫേവറേറ്റാണ്. പിന്നെ ഇത് ഡയറി അവളുടെ, മൈ ഡയറി. ഇതൊക്കെ ലോക്കാണ്, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതും ലോക്കാണ്, നമുക്ക് വായിക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ കുറച്ച് ക്യാൻവാസ് ഇരിപ്പുണ്ട്, അതിലവൾ വരച്ചിട്ടില്ല, വരയ്ക്കേണ്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടോന്നൊന്ന് പറഞ്ഞു കൊടുക്കോ? പറഞ്ഞോ, ഒച്ചതി പറഞ്ഞോ. അതെന്താ അറിയുന്നത് പറഞ്ഞു കൊടുത്തോന്നാ. പാലറ്റ്, ഇത് ഇറേസർ, ഷാർപ്പനർ, ഇത് ബെറ്റ് ഇറേസർ. ഇതൊക്കെ എന്താ? പെൻസില്, പിന്നെ രണ്ട് പെൻസിലും ബാക്കി 3 പിന്നെ ഇതൊക്കെ എന്താ? ഇത് കളർ, ഇത് വാട്ടർ കളറാണ്. ഇത് ഓയിൽ പേസ്റ്റും, ഇത് ക്രയോണും, ഇത് കളർ പെൻസിലും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ മനഹ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യും അല്ലേ? മനഹ ചെയ്ത കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തന്നായിരുന്നു. ഇനിയും കുറേ ഒരുപാടുണ്ട്, അത് ഞങ്ങൾ താഴെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതേ കുറച്ചല്ല കീബോർഡും, ഇതൊക്കെ അർബാസിൻ്റെ തിങ്സാണ്. അപ്പോൾ ഇതേ അർബാസ് ഗെയിം കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളും. ഇവിടെ കൂടുതലും അർബാസാണ് കിടക്കാനുള്ളത്. പിന്നെ മനഹ ആണെങ്കിലും ഷിമാക്കാണെങ്കിലും ഷിസൊക്കെ വന്നിട്ട് പെയിൻറ്റിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാറുണ്ട് അല്ലേ? പിന്നെ ഗ്ലാസ് ഉണ്ടോ? ഇതെങ്ങനെയോ പൊട്ടിപ്പോയതാണ് ഗൈസ്. ഇത് കൊണ്ട് എനിക്കൊരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇതാണ് ഈ സംഭവം കൊണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്. ഇതെന്താണെന്നറിയോ? നിങ്ങൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, പ്രഗ്നൻസി ആയ സമയത്ത് കുറേ പേരൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രഗ്നൻസി ബെഡാണ് സംഭവം. ഇത് ഉപയോഗിക്കാനുള്ള കാരണം വെച്ചാൽ എൻ്റെ സിസ്റ്റർ റിയ പ്രഗ്നൻ്റ് ആയപ്പോൾ വാങ്ങിച്ചത്. പക്ഷെ ഇപ്പോൾ ഇതിൽ ഞാൻ കിടന്നുറങ്ങും. ബിക്കോസ് ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല സുഖമാണ് ഇതിൽ കിടന്നുറങ്ങാൻ. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ സ്വന്തമായിട്ട് എടുത്തു, എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാനിതിലാണ് കിടന്നുറങ്ങാറ്. ഭയങ്കര കംഫർട്ടബിളാണ്, അടിപൊളിയാണ് ഈ സംഭവം. വേറെ ലെവലിൽ സാധനമാണിത്. എന്താണെന്നൊക്കെ അറിയില്ല. മനഹയുടെ കുറച്ച് തിങ്സാണ്, അതൊക്കെ ഷിമാക്ക് ഇവിടെ താഴെ കൊട്ടിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. മിക്കവാറും മനഹയും ഷിമാക്കും തമ്മിൽ നെടിയാക്കും അല്ലേ? എല്ലായിടത്തും മനഹ അറിയരുത്. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചോ? ഓക്കെ, എല്ലായിടത്തും വെച്ചോ. നമ്മൾ എടുത്തൊന്ന് മനഹ അറിയാൻ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്താ നിനക്ക് പറയാനുള്ളത്? താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റും ചെയ്യുക. വേറൊരു കാര്യമുണ്ട്, എൻ്റെ ചാനൽ ഇപ്പോൾ 6000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു ഗിവ് അവേ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് ഇടുക. അതിൽ നിന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പ് കമൻറ്റിന് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് തരുന്നതാണ്. സോ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയ ശേഷം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും.
അവർക്ക് ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ എൻ്റെ മുറിയിലുണ്ടല്ലോ ഒരു 5 മണിയാകുമ്പോഴൊട്ടും ഇവിടെ വന്നിട്ട് കുറേ പക്ഷികൾ വന്നിട്ട് മുട്ടാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഈ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ വരെ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. എന്താ ചെയ്യുക, ഭയങ്കര ശല്യമാണ് കിളികൾ. അത് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരണം. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഒരു 5 മണിയാകുമ്പോൾ തുടങ്ങും. വേറെ ലെവലാണ് ഗൈസ്. പറഞ്ഞില്ലേ ഉള്ളൂ ഇവിടെ മുട്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കുഞ്ഞു കിളികളാട്ടോ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. എന്തിനാണെന്ന് അറിയില്ല ഗൈസ്, ഈ കിളി ഞങ്ങളിങ്ങനെ ശല്യപ്പെടുത്തുന്നത്. രാവിലെ തുടങ്ങും. എന്തൊരു ശല്യമെന്നറിയോ, ശരിക്കും ഇവിടെ തല്ലി പൊളിക്കാൻ തോന്നും. കേട്ടില്ലേ, ഇതാണ് സംഭവം. ഇത് ഇവർ ഗ്രൂപ്പായിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് തോന്നുന്നുണ്ട്.